അരിപ്പൊടി കൊണ്ട് വീട്ടിലുണ്ടാക്കിയ നാടൻ കുഴലപ്പം. ഇന്നത്തെ സ്പെഷ്യൽ നാടൻ കുഴലപ്പം. അതിന് 2 നാളികേരം, ഒരു 300 ഗ്രാം ചുവന്നുള്ളി, ജീരകം, എള്ള്, ഒരു 4 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടി, നല്ല വറുത്ത പൊടി. അപ്പോൾ 4 ഗ്ലാസ് പൊടിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അപ്പോൾ ഈ നാളികേരം ഇതിലിട്ടിട്ട് തിളപ്പിക്കുകയാണ്. അതുപോലെ ഉള്ളിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ നാളികേരത്തിൻ്റെ പാലും ഉള്ളിയുടെ നീരും എല്ലാം കൂടി ആകുമ്പോൾ വെള്ളം കൂടും. അപ്പോൾ 3.5 എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉപ്പിടുക. ഇത് തിളച്ചു. ഇനി നമുക്കിത് പൊടിയിലൊഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് 1 ഗ്ലാസ് വെള്ളം എപ്പോഴും തിളച്ചത് ഉണ്ടാവണം. ഇതിൽ പൊടിയിൽ നനവ് പോരാന്നുണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടി. ഇനി എള്ളും ജീരകമൊക്കെ ഇട്ടു. അപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഇത് ആദ്യം കയ്യിലോണ്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുവിധം ചൂടൊക്കെ ആറിയുണ്ട്. ഇനി ഇതിനെ നല്ലോണം കുഴയ്ക്കണം. നല്ല കുഴച്ചൊരു പദം വരണത് അതുവരെ അതിനിട്ട് കുഴയ്ക്കണം. ഒരുവിധമായി ഇപ്പോൾ കുഴച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ പരത്തി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തി എടുക്കണം. ഇതിപ്പോൾ ഇത്രയും ഒരു കട്ടി വേണം അതിന്. കണ്ടോ, ലൂസാവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഈ തിളച്ച വെള്ളത്തിൽ നാളികേരം ഉള്ളി ഇടണമെന്നില്ല. 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചാലും മതി. നാളികേരം ഉള്ളിയൊക്കെ ഇതിലിട്ടിട്ട് ഒരുമിച്ച് കുഴച്ചാലും മതി. ഇനി നമുക്ക് കുഴലപ്പം പരത്തി നോക്കാം. ആദ്യം ഇത്തിരി വണ്ണമുള്ള കുഴൽ, അതുമ്മ വെളിച്ചെണ്ണ പറ്റണം. എന്നിട്ട് വീതി കുറച്ചിട്ട് നീളത്തിൽ പരത്തിയിടും. അധികം കനം പാടില്ല. കനം കുറച്ച് പരത്തിയെടുക്കണം. ഒരുവിധം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ചെറിയ കുഴലെടുക്കുക. അതുമ്മി നല്ല പോലെ വെളിച്ചെണ്ണ വറ്റുക. എന്നിട്ടിങ്ങനെ വെച്ചിട്ട് ഇലയുടെ തലപ്പ് അതിന്മേലേക്ക് പരത്തി ഇങ്ങോട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഊരിയെടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടായാലും അത് ഊരിയെടുക്കാൻ കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടി പോരും. നല്ല നീളമുള്ള കുഴലപ്പം അത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കല്യാണങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടത്താരുമാർ വന്നിട്ട് അച്ചപ്പം കുഴലപ്പം ഉണ്ടാക്കി തരും. അന്നൊക്കെ വിരുത്തോണ്ട് പലഹാരം കൊണ്ട് അച്ചപ്പം കുഴലപ്പം 2 കൊല പഴമാണ്. ഇന്നിപ്പോൾ നമ്മളെല്ലതും ബേക്കറിയിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തി. അപ്പോൾ കുഴലപ്പമൊക്കെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വേവിക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടാവണം. അല്ലാന്ന് വെച്ചാൽ ഈ കുഴലപ്പം കല്ലയ്ക്കും. നല്ലോണം കായണം. അത് ഗ്യാസൊന്നും പറ്റില്ല, നല്ല തീ തന്നെ വേണം. അല്ലെങ്കിൽ നല്ല വലിയ ഗ്യാസ് വേണം. ഇത് നല്ലോണം തീയിൽ വേണം വേവിക്കാൻ. അപ്പോൾ ഒരുവിധമൊക്കെ മൊരിഞ്ഞു. തീയിൽ വേവിക്കുമ്പോൾ ഇത് വേഗം വെന്തും കിട്ടും. ഗ്യാസുമ്മയാകുമ്പോൾ അധികം പെട്ടെന്ന് വേവില്ല. അതിങ്ങനെ ടെമ്പറായിട്ടിരിക്കും. ഇങ്ങനെയാകുമ്പോൾ നല്ല പോളയൊക്കെ വരും, നന്നായിരിക്കും. ഇപ്പോൾ കുഴലപ്പൊക്കെ മൊരിഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. അതുപോലെ അടുത്തത് ഇടാം. വീട്ടിലൊന്നും ആരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കില്ല, ഒക്കെ ബേക്കറിയിൽ നിന്ന് മേടിക്കും. അപ്പോൾ എല്ലാ കുഴലപ്പം റെഡിയായിട്ടുണ്ട്. നല്ല മൊരുന്നായിരിക്കണം, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് മാത്രം. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് കുഴച്ച് 1.5 കിലോ അരിക്ക് ഉണ്ടാക്കി. പകുതി പൊടി ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെയാണ് കുഴച്ചത്. പകുതി പൊടി ഞാൻ പൊടിയിൽ നാളികേരം എള്ളും ഇതൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ രണ്ടാമത് പറഞ്ഞ പോലെ കുഴച്ചാൽ മതി. അപ്പോൾ കുഴലപ്പത്തിന് നല്ല നിറം കിട്ടും.